ഇടുക്കി കട്ടപ്പനയിൽ മോഷണ കേസിലെ പ്രതികൾ ഇരട്ടക്കൊലപാതകം നടത്തിയെന്ന കേസിൽ പ്രതികളെ ഇന്ന് കസ്റ്റഡിയിൽ കിട്ടുമെന്ന കണക്കുകൂട്ടലിൽ പോലീസ് തുറന്ന കോടതിയിൽ വാദം കേൾക്കണം എന്നതിനാലാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിയത്. റിമാൻഡിലുള്ള പ്രതി നിതീഷിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷം തെളിവെടുപ്പ് നടത്തിയേക്കും. കസ്റ്റഡിയിൽ കിട്ടിയാൽ വൃദ്ധനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന് സംശയിക്കുന്ന കാഞ്ചിയാറിലെ വീട്ടിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതി വിഷ്ണുവിനെയും കസ്റ്റഡിയിൽ വാങ്ങും. പ്രതികൾ താമസിച്ചിരുന്ന വീട്ടിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. കൊലപാതകം നടന്നു എന്ന് കണ്ടെത്താൻ വീടിന്റെ തറയടക്കം പൊളിച്ച് പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, വിവരങ്ങൾ. പ്രധാനമായും ഇന്ന് ഈ പ്രതികളായിട്ടുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ കഴിയുമെന്ന ആ പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ 9 മണിയോടുകൂടി ഈ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കട്ടപ്പന കോടതിയിലാണ് ഈ അപേക്ഷ നൽകുന്നത്. ഈ കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിൽ ഊന്നിയുള്ള അന്വേഷണമാണ് പോലീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുക തന്നെ വേണം. ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഈ ചോദ്യം ചെയ്ത ശേഷം വേണം ഈ ഒരു വീടുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സംശയങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കാൻ. അതിന് ഈ വീടിന്റെ ഉൾവശത്തെ ഒരു മുറിയിലാണ് ഈ ഒരു മൃതദേഹം കുഴിച്ചിട്ട് ഉള്ളത് എന്നുള്ള ഒരു നിഗമനമാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം തുറന്നുള്ള പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. ഈ പ്രതികളായിട്ടുള്ള നിതീഷ് ആണ് ഇപ്പോൾ നിലവിൽ പീരുമേട് സബ് ജയിലിൽ റിമാൻഡിലുള്ളത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ള നീക്കമാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ഉദ്ദേശിക്കുന്നത്. രണ്ടാം പ്രതിയായിട്ടുള്ള വിഷ്ണു ഈ ഒരു മോഷണ ശ്രമത്തിനിടെ നടന്ന ഒരു സംഘടനത്തിൽ കാലിന് പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളെ അവിടെ എത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കവും പോലീസ് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ചോദ്യം ചെയ്തതിനു ശേഷം ഈ വ്യക്തമായ ഒരു സൂചന ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ്.